ഹലോ. അപ്പം ഇനി ഒരു ദിവസം കൂടി കഴിഞ്ഞ് എൻ്റെ കസിൻ്റെ കല്യാണം കേട്ടോ. അപ്പോൾ ദേ ഇന്നാണ് നമ്മുടെ കല്യാണത്തിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ തുടങ്ങണത് കേട്ടോ. അതായത് ഇന്ന് കല്യാണത്തലേന്ന് ഫംഗ്ഷൻ ആട്ടോ. അപ്പോൾ ദേ അതിന് വേണ്ടി ഞാൻ ദേ ഫുൾ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. പിന്നെ റൂമിൻ്റെ കോലം ആരും നോക്കേണ്ടത് ഫുൾ ആകെ മെസ്സി ആയിട്ട് കിടക്കണേണ്. പിന്നെ ഇപ്പം എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് വൈറ്റ് കളറിലെ ടിഷ്യൂവിൻ്റെ സ്കേർട്ടും ഓറഞ്ച് കളറിലെ ടോപ്പും പിന്നെ ഓർണമെൻറ്റ്സ് ഒക്കെ അതിന് കോൺട്രാസ്റ്റ് കളറായിട്ടാണ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ദേ ഗ്രീൻ കളറിലെ പാലക്കയുടെ മാലയും ഗ്രീൻ കളറിലെ കുപ്പിവളയും പിന്നെ അതിൻ്റെ കുറച്ച് ഗോൾഡൻ കളർ വളയും പിന്നെ ഗോൾഡൻ കളറിലെ കമ്മലും ഇയർ ചെയിനുമായിട്ട് ഞാൻ ഇന്ന് സ്റ്റൈൽ ചെയ്തേക്കണത്. നമ്മൾ കസിൻസ് എല്ലാവരും ഇന്ന് സ്കേർട്ടും ടോപ്പുമായിട്ട് സ്റ്റൈൽ ചെയ്തേക്കണത്. വൈറ്റ് കളറിലെ സ്കേർട്ടായിട്ട് എല്ലാവരും നമ്മൾ പറഞ്ഞേക്കണത്. ടോപ്പ് പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള കളർ എന്ന് പറഞ്ഞു. അപ്പോൾ അത് എല്ലാവരും ഇന്ന് വൈറ്റ് കളറിലെ സ്കേർട്ടിലും ടോപ്പിയൊക്കെ ആയിക്കോട്ടെ നിങ്ങളിന്ന് കാണാൻ വേണ്ടി പോകുന്നത്. ഞാൻ റെഡി ആയി കഴിഞ്ഞതിന് മുമ്പേ ഗോപും മഞ്ജുമ്മ റെഡി ആക്കേണ്ടി ഇവിടെ ഹാജരായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി നേരെ കസിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീടിന് തൊട്ടിപ്പുറത്താണ് നമ്മുടെ കല്യാണ വീട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും റെഡി ആക്കി നേരെ അങ്ങോട്ട് പോകുക. ഇങ്ങനെ അണിഞ്ഞൊരുങ്ങുമ്പോൾ വരുന്നതിന് ഉദ്ദേശം തന്നെ കുറച്ച് പേരൊക്കെ കാണിക്കാനും പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ ഇടാൻ വേണ്ടിയല്ലോ. അപ്പോൾ അതിലുള്ള കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ നാലുപേരും കൂടി അവിടെ നിന്ന് എടുക്കുകയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ എല്ലാവരും കൂടി വന്നിട്ടില്ല. ബാക്കി നമുക്ക് ഇവിടെ വന്നിട്ടോടെ എല്ലാവരും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ. നമ്മളെത്തിയപ്പോഴേക്കും നമ്മുടെ കല്യാണച്ചക്കൻ ഇവിടെ ഫുൾ റെഡി ആയിട്ടാണ് നിൽക്കുന്നത് വൈകുന്നേരത്തെ ഫംഗ്ഷന് വേണ്ടി. നമ്മളാണെങ്കിൽ കറക്റ്റ് സമയത്തിനാണ് ഇവിടെ എത്തിയത്. ഒരുപാട് ഗസ്റ്റ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ആകെ ഇത് ഫുഡിന്റെ ആൾക്കാരൊക്കെ വന്ന് അവരെല്ലാം സൈഡിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അമ്മയും മക്കൊക്കെ ഇതേപോലെ ഒരേപോലെ ഡ്രസ്സൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ ഞാനും അമ്മയും സ്കേർട്ടും ടോപ്പ് ആക്കിയ സ്ഥിതിക്ക് ഓനാമക്ക് ഞങ്ങൾ സെയിം കളറിലെ ബ്ലൗസ് എടുത്ത് കൊടുത്തിട്ട് അവിടെ നല്ല രസം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മൂന്ന് പേരുടെ ലുക്ക് കാണാനായിട്ട്. പിന്നെ പയ്യെ ഓരോ ഗസ്റ്റൊക്കെ വന്ന് തുടങ്ങിയിട്ടോ. പിന്നെ നമ്മുടെ മെയിൻ ഉദ്ദേശം കുറേ ഫോട്ടോസൊക്കെ എടുക്കലല്ലോ. അപ്പോൾ നമ്മളിത് നേരെ താഴെ വന്നിട്ട് താഴെയായിട്ടുള്ള ആർച്ചൊക്കെ വെച്ചേക്കണം. ആർച്ച് ലൈറ്റൊക്കെ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. അപ്പം നമ്മൾ നേരെ ഇത് ഇങ്ങോട്ട് പോകുന്നത് ഇവിടെ വന്ന് പിന്നെ അങ്ങോട്ട് ഫുൾ അങ്ങ് ഫോട്ടോ സെക്ഷൻ ആയിരുന്നു കേട്ടോ. ഇവിടെ ഉണ്ടെങ്കിൽ ലൈറ്റിൻ്റെ ആർച്ചൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ നല്ല വെളിച്ചം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഫോട്ടോ ഒക്കെ നല്ല സൂപ്പർ ഫോട്ടോസൊക്കെ ആയിട്ട് നമുക്ക് കിട്ടിയത്. പിന്നെ ഇവനാണ് നമ്മുടെ രാഘവൻ. ഇവന് ഞാൻ നമ്മൾ ഭയങ്കര സ്നേഹത്തിലാട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോൾ കണ്ടൊരു അപ്പി ഇടിയാവും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞ് ചോറിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു സമാധാനവും കിട്ടില്ല കേട്ടോ. ഞാനൊന്ന് പറഞ്ഞാൽ അവൻ തിരിച്ച് 10 പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞ് ചോറിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു തൃപ്തി ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഫോട്ടോ എടുക്കലെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ കല്യാണച്ചക്കൻ ഞങ്ങൾ വിളിച്ച് വരുത്തിയിട്ടുണ്ട്. പിന്നെ കല്യാണച്ചക്കൻ നടുക്ക് നിർത്തിയിട്ട് കുറേ ഫോട്ടോ എടുക്കലായിരുന്നുണ്ട്. ഇതിൽ കുറേ പേര് മിസ്സിങ് ആട്ടോ. കാരണം ഒരാൾ വിളിക്കുമ്പോഴത്തേക്കും ഒരാൾ അങ്ങോട്ടും. കാരണം എല്ലാവരും ബിസിയാണല്ലോ കല്യാണത്തലേന്ന് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഓരോരുത്തരും ഓരോ വഴി നടക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കിട്ടിയവരെ വെച്ചാട്ടോ ഫോട്ടോ ഒക്കെ എടുത്തത്. അങ്ങനെ കുറേ നേരത്തെ ഫോട്ടോ എടുക്കലെല്ലാം കഴിഞ്ഞ് നമ്മൾ മൂന്ന് നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിട്ട് അങ്ങനെ നമ്മൾ മൂന്നും കൂടി നേരെ റൂമിൻ്റെ അകത്തൊന്ന് ഇരിക്കുമായിരുന്നു കേട്ടോ. പുറത്താണെങ്കിൽ നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഈ തിരക്കൊന്നല്ല കുറേ കഴിയുമ്പോഴത്തേക്കും നല്ല തിരക്കായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടാകുമ്പോൾ എനിക്കറിയാൻ പാടില്ല. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. ഈ കാണുന്ന തിരക്കൊന്നും ഒന്നുമല്ല. കുറേ കഴിഞ്ഞപ്പോഴേക്കും പൊന്നു ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ അഞ്ചിതൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എപ്പോഴാണ് വരുന്നത് നിങ്ങളെൻ്റെ കാണാതെന്നൊക്കെ ചോദിച്ചു. അപ്പോഴാണ് നമ്മൾ പറയണത് അവൾ വരുന്നില്ല, പൊന്നു ചേച്ചി അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ടടി, അവൾക്ക് വരാൻ മടിയാണ് ക്ഷീണമാണെന്നൊക്കെ പറഞ്ഞു, ഓഫീസിൽ നിന്ന് ക്ഷീണമെന്നൊക്കെ പറഞ്ഞു അവൾ വരുന്നില്ലെന്ന് പറഞ്ഞിരിക്കണം. അപ്പോഴേ ഞങ്ങൾ പറഞ്ഞിട്ട് വാടി കുറച്ച് നേരത്തെ പരിപാടിയിലിട്ട് വാടി എന്നൊക്കെ പറഞ്ഞിട്ടും അവൾ വന്നില്ല ഗൈസ്. അവൾ അവസാനം പൊന്നു ചേച്ചി സുരനമ്മാനും കുട്ടനമ്മാനും വെല്ലിച്ചയും ജെന്റിയമ്മയും കൂടിയായിട്ടാണ് വന്നത്. പൊന്നു ചേച്ചിൻ്റെ അണി കണ്ടിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വഴിയിൽ വെച്ചതിന് വിശേഷം പറഞ്ഞ് നിർത്തിയിരിക്കട്ടോ. അവരെ ഞാൻ അകത്തേട്ട് പോലും വിളിക്കാൻ മറന്നുപോയി. ഞാൻ വഴിയിൽ വെച്ച് തന്നെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞാണ് പിന്നെയാണ് ഞാൻ ഓർത്ത് അകത്തേട്ട് കയറാന്നൊക്കെ പറഞ്ഞു. പിന്നെ അവരെയും കൊണ്ട് ഞാൻ നേരെ അകത്തേട്ട് കയറി കേട്ടോ. അകത്തേട്ട് കയറിയിട്ട് ഞങ്ങളുടെ വിശേഷം പറച്ചിലൊന്നും തീരുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറേ നാളായാലും കണ്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശേഷങ്ങളൊക്കെ കുറേ പറയാനുണ്ടായിരുന്നു. പിന്നെ കുറേ വീഡിയോ എടുക്കലും ഫോട്ടോസ് എടുക്കലും അങ്ങനെ മത്സരിച്ചങ്ങ് വീഡിയോ എടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അവരെല്ലാവരും ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് അപ്പോൾ നമുക്കിനി റിസപ്ഷൻ കാണാമെന്ന് പറഞ്ഞ് അവരൊക്കെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോയി. അങ്ങനെ തിരക്കെല്ലാം കുറഞ്ഞൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മൂന്നും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മൂന്നും കൂടി ഫുഡെല്ലാം എടുത്ത് നേരെ ഹോളിൽ വന്നിരുന്നിട്ട് കഴിക്കണം. രാത്രിത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ ചോറും മീൻകറി ചിക്കൻ കറി പിന്നെ വട്ടും കരളും ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പച്ചക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നമുക്ക് വേണ്ടാത്തതുകൊണ്ട് നമ്മളിത് ചിക്കൻ കറി മീൻകറി പിന്നെ വട്ടും കരളൊക്കെ ആയിട്ട് എടുത്ത് കഴിച്ചത്. പിന്നെ ഫുഡാണെങ്കിൽ ഒന്നും പറയാനില്ല, അത്ര അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ശരിക്കും ആസ്വദിച്ച് കഴിച്ചായിരുന്നു. ചിക്കൻ കറി മീൻകറി ഒക്കെ ഒരു രക്ഷയിലായിരുന്നു. പിന്നെ വട്ടും കരളും നമ്മുടെ ഇവിടെ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി ഉണ്ടായിട്ട് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്താണല്ലോ. അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞത് ആളൊക്കെ കഴിഞ്ഞ് ഭയങ്കര ശാന്തതയിലാട്ടോ. അപ്പോൾ നമ്മൾ കസിൻസ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. ബാക്കി എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് പരിപാടി എല്ലാം കഴിഞ്ഞ് പോയിട്ടോ. അപ്പോൾ ആ ശാന്തതയിൽ ഇവിടെ ഒരാൾ ഭയങ്കര ഉറക്കം കേട്ടോ. ശാന്തത അവിടെ നിൽക്കട്ടെ. ശാന്തത മാറാൻ വേണ്ടി നമ്മളെല്ലാവരും പിന്നെ ഒരു ഗാനമേള അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടോ. നമ്മുടെ ഫാമിലിയിൽ പിന്നെ ഗാനമേളൊക്കെ പുറത്തുനിന്ന് ആൾക്കാർ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം കുറേ കഴിവുള്ള ആൾക്കാർ നമ്മുടെ ഫാമിലി തന്നെ ഉണ്ട്. ഡാൻസിന് ഡാൻസ്, പാട്ടിന് പാട്ട്, അങ്ങനെ എന്ത് വേണമെന്ന് പറഞ്ഞു അതിനുള്ള ആൾക്കാർ നമ്മുടെ ഫാമിലിയിലുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ടോട്ടാ പിന്നെ നമ്മൾ ശരിക്കും അങ്ങ് എൻജോയ് ചെയ്ത്. കാരണം പിന്നെ നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ പാട്ട് പാടൽ ഡാൻസ് കളിക്കൽ അങ്ങനെ ഫുൾ എൻജോയ്മെന്റ് ചിരിച്ചിരിച്ചൊരു വഴിയായിട്ടോ. നമ്മളിവിടെ പാട്ടൊക്കെ പാടി ഉല്ലാസിച്ചിരിക്കുമ്പോൾ ഇവിടെ ഒരാൾ ഭയങ്കര ഉറക്കത്തിലാട്ടോ ഇപ്പോഴും. അവൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഭയങ്കര ഉറക്കത്തിലാണ് അവൻ ഇപ്പോഴും.
പിന്നെ കുറച്ച് ക്ലിപ്പൊക്കെ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇതിലങ്ങ് ലയിച്ചിരുന്നപ്പോഴേക്ക് ഇതൊക്കെ അങ്ങ് വിട്ടുപോയി എടുക്കാനായിട്ട്. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയ സമയം കണ്ടല്ലോ, ദേ മണി 2:30 ആയപ്പോഴത്തേക്ക്, വെളുപ്പിന് 2:30 ആയപ്പോഴാണ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തണത്. പിന്നെ ദേ ഇതൊക്കെ ഒന്ന് വലിച്ചൂരി കളഞ്ഞിട്ടൊന്ന് കിടന്ന് ഉറങ്ങണം. അതാണ് ഇനി മെയിൻ ഉദ്ദേശം. അപ്പോൾ ബാക്കി കല്യാണ വിശേഷങ്ങളൊക്കെ ഇനി ഓരോരോ പാർട്ടായിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.